നമസ്കാരം. പിണറായി വിജയനെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ ആവേശത്തോടെ വോട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള കേരള ജനത ആകപ്പാടെ സങ്കടത്തിലാണ്. ഭരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഭരണവിരുദ്ധ വികാരം ആരംഭിച്ച ഏക സർക്കാർ ഇനി വരാൻ പോകുന്ന സർക്കാരാവും. ആരാണ് മുഖ്യമന്ത്രിയാവുന്നത് എന്നറിയാതെ ആരൊക്കെയായിരിക്കും മന്ത്രി എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ആർക്കുമില്ല. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 9 ദിവസം കഴിഞ്ഞിട്ടും ആരാണ് മുഖ്യമന്ത്രി എന്ന് നിശ്ചയിക്കാനാവാത്തത് അങ്ങേയറ്റം ഖേദകരമാണ്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒരുപോലെ അവകാശപ്പെടുന്നു അവരായിരിക്കും മുഖ്യമന്ത്രിയെന്ന്. അതിനുള്ള ക്രെഡിബിലിറ്റി അവർക്ക് 3 പേർക്കും ഉണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല. മുൻപിൽ നിന്ന് നയിച്ചയാൾ വി ഡി സതീശനാണ്. വി ഡി സതീശന് ധീരമായ നിലപാടുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ വി ഡിക്ക് വേണ്ടി വഴിമാറിക്കൊടുത്ത ഭരണപരിചയവും രാഷ്ട്രീയ പരിചയവുമുള്ള മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? ഇവരെക്കാൾ ഉയർന്ന പദവിയിലിരിക്കുന്ന കെ സി വേണുഗോപാൽ മന്ത്രിയാകണം എന്നാഗ്രഹിച്ചതിനെ കുറ്റം പറയാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ മൂവർക്കും യോഗ്യതയുണ്ട്. പറ്റിയ ഒരു പരിഹാരം ഉടനടി കണ്ടെത്തണം. ഇവിടെ എനിക്ക് സംസാരിക്കാനുള്ളത് വി ഡി സതീശനോടാണ്. മുഖ്യമന്ത്രിയാവാൻ വി ഡി സതീശന് യോഗ്യതയുണ്ട് എന്ന കാര്യത്തിൽ മറ്റുള്ളവരെ പോലെ തന്നെ എനിക്കും തർക്കമില്ല. കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. വി ഡി സതീശനായിരുന്നു മുന്നണി പോരാളി എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ വി ഡി സതീശൻ ഈ 3 പേരിൽ താരതമ്യേന ജൂനിയറാണ്. ഈ 3 പേരിൽ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന നേതാവ് കെ സി വേണുഗോപാലാണ്. ഏതൊരു നേതാവിനും മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ മോഹമുണ്ടായാൽ അവരെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും? കെ സി പരിശ്രമിക്കുമ്പോൾ MLA-മാരുടെ പിന്തുണ കെ സിക്ക് കൂടുതൽ ലഭിക്കുമ്പോൾ കെ സി മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നത് അംഗീകരിച്ച മതിയാവൂ. 63 MLA-മാരിൽ 47 പേരും കെ സി പിന്തുണയ്ക്കുന്നു. KPCC പ്രസിഡന്റടക്കം ഒട്ടുമിക്ക KPCC ഭാരവാഹികളും എല്ലാ വർക്കിംഗ് പ്രസിഡന്റുമാരും ഭൂരിപക്ഷം മുൻ KPCC പ്രസിഡന്റുമാരും കെ സി പിന്തുണയ്ക്കുന്നു. പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം അങ്ങനെയാണ് തെളിയിക്കേണ്ടത്. അങ്ങനെ തെളിയിച്ചതിന് ശേഷം കെ സി മാറി നിൽക്കണം. ജനവികാരം കെ സിക്കെതിരാണ്, വി ഡിക്കൊപ്പമാണ് എന്ന് പറയുന്നതിൽ ചില ഭംഗിയുണ്ട്. ജനപിന്തുണ ഒരു വശത്തും ജനപ്രതിനിധികളുടെ പിന്തുണ മറുവശത്തുമായി തർക്കം മുമ്പോട്ട് പോകുമ്പോൾ മറന്നുപോകുന്നത് വോട്ട് ചെയ്ത നേതാക്കളെയാണ്. ഇവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ടതും സംയമനം പാലിക്കേണ്ടതും വി ഡി സതീശനാണ്. വി ഡി സതീശന് മുൻപിൽ ഇനിയും അവസരങ്ങൾ ബാക്കിയുണ്ട്. വി ഡി സതീശൻ ജനകീയനായ നേതാവായി നിലനിൽക്കുമ്പോൾ ആ അവസരങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നില്ല. വി ഡി സതീശന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങിയ സാഹചര്യം, ആ തെരുവിലിറങ്ങിയവരിൽ ഭൂരിഭാഗം പേരുടെയും സവിശേഷതകൾ, മുസ്ലിം ലീഗ് അണികളും ജമാഅത്ത് ഇസ്ലാമിയും മീഡിയ വണും കാണിക്കുന്ന ആവശ്യത്തിലധികം ആവേശം, ഇവയൊക്കെ വലിയൊരു അതൃപ്തി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. MLA-മാർക്ക് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് നന്ദി പറയാൻ പോലും കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായി ഭരണസ്തംഭനം സംസ്ഥാനത്ത് സംഭവിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ തോന്നിയതുപോലെ ഭരണം നടത്തി മുമ്പോട്ട് പോകുന്നു. ഇവിടെയാണ് വി ഡി സതീശൻ വിട്ടുവീഴ്ച ചെയ്ത് മാതൃക കാട്ടി നമ്മുടെ ആവേശമായി നിലനിൽക്കേണ്ടതിന് പ്രസക്തി. ഈ ബഹളത്തിൽ നിന്ന് താൻ പിന്മാറുന്നു, മുഖ്യമന്ത്രിയാവാൻ തന്നേക്കാൾ യോഗ്യതയുള്ളവർ ഉണ്ടെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞ് ഈ സർക്കാരിനോടും ഈ പാർട്ടിയോടും കൂറ് പ്രഖ്യാപിച്ച് ഈ സർക്കാരിനൊപ്പം പോവാൻ വി ഡി സതീശൻ തീരുമാനിച്ചാൽ വി ഡി സതീശൻ ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ ഉയർന്ന ഗ്രാഫിലേക്ക് വരും. ഒരു കാര്യം സമ്മതിച്ച മതിയാവും, കെ സി വേണുഗോപാലിനേക്കാളും രമേശ് ചെന്നിത്തലയെക്കാളും ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കാനും അതിൻ്റെ സ്ട്രാറ്റജികൾ ഉണ്ടാക്കാനും വി ഡി സതീശനുള്ള കഴിവ് മറ്റാർക്കുമില്ല. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വരുന്ന 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വി ഡി സതീശൻ തന്നെ വേണം മുമ്പിൽ നിന്ന് നയിക്കാൻ. അതിനുള്ള കഴിവും പ്രാഗൽഭ്യവും ആയുസ്സും പ്രായവും വി ഡി സതീശനുണ്ട്. മുഖ്യമന്ത്രി ആവണമെന്ന പിടിവാശിയിൽ സതീശൻ മുമ്പോട്ട് പോയാൽ അസ്വസ്ഥത രൂപപ്പെടും. നിവൃത്തിയില്ലാതെ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഹൈക്കമാൻഡ് സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ സമ്മതിച്ചാലും ഹൈക്കമാൻഡിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്ന കെ സി വേണുഗോപാലോ മുറിവേറ്റ സിംഹമായി പുറത്തേക്ക് പോകുന്ന രമേശ് ചെന്നിത്തലയോ അടങ്ങിയിരുന്നത് വരില്ല. പിന്നെ സംഭവിക്കാൻ പോകുന്നത് ഭരണമായിരിക്കില്ല, ഭരണസ്തംഭനമാവും, ആരോപണങ്ങളാവും. ഉമ്മൻചാണ്ടിയുടെ ഭരണം മാത്രം ഓർത്തു നോക്കുക. എത്രയോ പ്രഗത്ഭനും നല്ലവനുമായിരുന്നു ഉമ്മൻചാണ്ടി. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും മനസ്സമാധാനത്തോടെ ഭരിക്കാൻ സാഹചര്യമുണ്ടായില്ല. കൂടെയുണ്ടായിരുന്ന ശത്രുക്കൾ അദ്ദേഹത്തെ എക്കാലവും വേട്ടയാടിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമാണ് പിണറായി എന്ന മഹാദുരന്തം 10 വർഷം കേരളം ഭരിച്ചത്. വി ഡി സതീശൻ എത്ര മിടുക്കനാണെങ്കിലും സഹപ്രവർത്തകരുടെ പിന്തുണയില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? സതീശൻ ഒരു കാര്യം മാത്രം സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. എത്ര MLA-മാർ സതീശനെ പിന്തുണയ്ക്കുന്നുണ്ട്? 6 അല്ലെങ്കിൽ 7. നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയുന്നത് 3 പേരേ ഉള്ളൂ. പക്ഷെ സതീശനെ പിന്തുണയ്ക്കുന്നതായി നമുക്ക് എത്ര കൂട്ടിയാലും കുറച്ചാലും കിട്ടുന്നത് 6 പേരാണ്. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ 22 MLA-മാർ സഭയിലുണ്ടായിരുന്നു. അവരിൽ ഒരാളെങ്കിലും സതീശനെ പിന്തുണയ്ക്കുന്നുണ്ടോ?
അവസാനം വരെ പിന്തുണച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. ഇപ്പോൾ രാഹുലിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെ വി ഡി സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അവിശ്വാസത്തിന് നടുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും? അതേസമയം തന്നേക്കാൾ മുതിർന്ന നേതാക്കളിൽ ഒരാൾ മുഖ്യമന്ത്രിയാവട്ടെ, താൻ ധനകാര്യമന്ത്രിയായി തുടർന്നോളാം എന്ന് സതീശൻ പറഞ്ഞാൽ സതീശൻ്റെ ഗ്രാഫ് ഉയരുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല ഒത്തുതീർപ്പ് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാവുകയും വി ഡി സതീശൻ ധനകാര്യമന്ത്രിയാവുകയും ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. അങ്ങനെ ഈ 3 പേരും മന്ത്രിസഭയുടെ ഭാഗമായാൽ കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരുടെ മന്ത്രിസഭയായി ഇത് മാറും. മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള 3 പേർ മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്നത് കേരളത്തിന് വലിയ ഭാഗ്യമായി മാറും. 3 പേരും തുല്യ ശക്തികളാണ്. ഒരാൾക്കും ഒരു അഴിമതിയും വീഴ്ചയും വരുത്താൻ കഴിയില്ല. അപ്പോൾ തന്നെ മറ്റേയാൾ അവസരം മുതലെടുക്കും. കേരളം ആഗ്രഹിക്കുന്നത് അത്തരമൊരു മന്ത്രിസഭയാണ്. അങ്ങനെ 3 പേരും ഒരുമിച്ച് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിട്ടാൽ വലിയ ഗുണഫലമുണ്ടാവും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് സതീശനാവും എന്ന ഒരു ധാരണ ഇപ്പോൾ തന്നെ എത്തുക. ആ ധാരണ പാലിക്കും എന്ന് ഉറപ്പാക്കുക. 2021 വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകുമ്പോൾ ആരും ഉറപ്പ് നൽകിയിരുന്നില്ല സതീശനായിരിക്കും 2026 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന്. അന്ന് സതീശൻ തന്നെ തൻ്റെ അടുപ്പക്കാരോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയെ മാറ്റി സതീശനെ പ്രതിപക്ഷ നേതാവാക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തീരുമാനവും അന്നെടുത്തില്ല. അതുകൊണ്ട് 2031 തെരഞ്ഞെടുപ്പിൽ സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പ് കൊടുത്തുകൊണ്ട് ഒത്തുതീർപ്പിന് ഒരുങ്ങിയാൽ സതീശൻ്റെ ഗ്രാഫ് ഉയരുകയും സതീശൻ തന്നെ മുൻപനായി നിൽക്കുകയും ആവശ്യത്തിന് ഭരണപരിചയം ഉണ്ടാവുകയും ചെയ്യും. സതീശനെ പോലൊരു പ്രഗത്ഭനായ ധനകാര്യമന്ത്രി ഉണ്ടെങ്കിൽ മാത്രമേ കേരളം നേരിടുന്ന ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കഴിയൂ. അല്ലാതെയുള്ള ഏതൊത്തുതീർപ്പും ആരെയെങ്കിലും മുറിപ്പെടുത്തുന്നതിന് തുല്യമാവും. കെ സി വേണുഗോപാലിനെ പൂർണ്ണമായും ഒഴിവാക്കിയാൽ ഹൈക്കമാൻഡ് എന്ന നിലയിൽ കെ സി വേണുഗോപാലിൻ്റെ സഹകരണം എത്രമാത്രം ഉണ്ടാവും എന്ന് കണ്ടറിയണം. രമേശ് ചെന്നിത്തലയെ മുറിവേൽപ്പിച്ച് പുറത്തു ചാടിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. സതീശന്റെ കീഴിൽ രമേശ് ചെന്നിത്തലയ്ക്കോ കെ സി വേണുഗോപാലിനോ മന്ത്രിയാവുക സാധ്യമല്ല. കാരണം രാഷ്ട്രീയ പരിചയത്തിലും പാർട്ടി പദവികളിലും അവർ ഒരുപാട് മുകളിലാണ്. അതേസമയം കെ സി വേണുഗോപാലിന്റെ കീഴിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രിയാകാനോ വി ഡി സതീശന് ധനമന്ത്രിയാവാനോ തടസ്സമൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ പിരിമുറുക്കം അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്തം സതീശൻ ഏറ്റെടുക്കണം. താൻ ധനകാര്യമന്ത്രിയായി അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി മുമ്പോട്ട് പോവാം, അടുത്ത തവണ തന്നെ പരിഗണിക്കാൻ ഉറപ്പ് നൽകണം എന്നൊരു ഉറപ്പ് വാങ്ങി സതീശൻ ഈ പ്രശ്നം പരിഹരിക്കണം. ഈ പ്രശ്നം പരിഹരിക്കാൻ സതീശന് മാത്രമേ കഴിയൂ. ഇതുവരെ ഉണ്ടായിരിക്കുന്ന എല്ലാ ആശങ്കകളും ഇതോടെ പരിഹരിക്കപ്പെടും. UDF വോട്ട് ചെയ്തല്ലോ എന്നോർത്ത് വേദനിക്കുന്ന മനുഷ്യരുടെ ആശങ്ക മാറും. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരാൾക്ക് കഴിയൂ, അത് സതീശനാണ്. സതീശൻ ദയവായി ഇത്തരമൊരു ഫോർമുലയ്ക്ക് വഴങ്ങി പ്രശ്നം പരിഹരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ നാട്ടിൽ പിണറായിക്കെതിരെ വോട്ട് ചെയ്ത സകല മനുഷ്യർക്കും വേണ്ടി.